സൗജന്യ വനിതാ യാത്രയുടെ പ്രാഥമിക കണക്കെടുപ്പുകൾ ആരംഭിച്ച് കെഎസ്ആർടിസി. എത്ര വനിതകൾ യാത്ര ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാൻ നീക്കം. യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കാൻ വെല്ലുവിളികൾ ഒട്ടേറെ. സൗജന്യ യാത്രാ പരിഷ്കാരം തിരിച്ചടിയാകുമെന്ന ഭീതിയിൽ കെഎസ്ആർടിസി അധികൃതർ. യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ ഏറ്റവും ആകർഷകമായത് വനിതകൾക്ക് കെഎസ്ആർടിസിയിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്നതായിരുന്നു. വനിതകൾ അത്യാവേശത്തോടെയാണ് ഈ പ്രഖ്യാപനത്തെ എതിരേറ്റത്. വോട്ടർമാർക്കിടയിൽ സൗജന്യ യാത്ര ഹിറ്റായെങ്കിലും പ്രായോഗികമായി അത് നടപ്പാക്കുന്നതിലെ ബുദ്ധിമുട്ടുകളാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചത്. കേരളത്തിലെ കെഎസ്ആർടിസിയെ അടച്ചുപൂട്ടലിന്റെ വക്കത്തു നിന്നും തടസ്സമില്ലാതെ ഓടുന്ന വിധത്തിലേക്ക് ഇന്ന് എത്തിച്ചത് ഇടതുമുന്നണി സർക്കാരും മന്ത്രി ഗണേഷ് കുമാറുമാണ്. ഇപ്പോഴും കടുത്ത നഷ്ടത്തിൽ നിന്നും കെഎസ്ആർടിസി കരകയറി വരുന്നതേയുള്ളൂ. ഈ സന്ദർഭത്തിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ കെഎസ്ആർടിസി വീണ്ടും നഷ്ടത്തിലേക്ക് വഴുതി വീഴും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചത്. വനിതകൾക്ക് സൗജന്യ യാത്ര നൽകിയതോടെ ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നഷ്ടത്തിലായതും ഇവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. യാഥാർത്ഥ്യം ഇതാണെങ്കിലും നേരത്തെ നടത്തിയ പ്രഖ്യാപനത്തിൽ നിന്നും പുറകോട്ടു പോകാൻ യുഡിഎഫിന് കഴിയില്ല. അത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറുമെന്ന ഭീതിയാണ് വി.ഡി. സതീശനും മറ്റു നേതാക്കൾക്കുമുള്ളത്. ഈ സാഹചര്യത്തിലാണ് കെഎസ്ആർടിസിയിൽ യാത്ര ചെയ്യുന്ന വനിതകളെക്കുറിച്ചുള്ള കണക്കുകൾ ശേഖരിക്കാൻ ഗതാഗത വകുപ്പ് തയ്യാറായത്. സംസ്ഥാനത്ത് വനിതകൾക്ക് സൗജന്യ ബസ് യാത്രയൊരുക്കുന്ന ഇന്ദിര ഗ്യാരണ്ടി പദ്ധതി നടപ്പാക്കുന്നതിലെ പ്രാഥമിക നീക്കമാണിത്. ഇതിനെ തുടർന്നാണ് പ്രതിദിന വനിതാ യാത്രക്കാരുടെ കണക്കെടുപ്പുകൾക്ക് തുടക്കമായത്. ഇതോടെ കെഎസ്ആർടിസി എംഡിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കെഎസ്ആർടിസി ബസ്സുകളിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വരും. പ്രതിദിനം കെഎസ്ആർടിസിയെ ആശ്രയിക്കുന്ന 29 ലക്ഷം യാത്രക്കാരിൽ 19 ലക്ഷത്തോളം വരുന്ന വനിതകളുടെ വിവരങ്ങളാണ് പുതിയ സംവിധാനത്തിലൂടെ ശേഖരിക്കാൻ കഴിയുക. ടിക്കറ്റ് നൽകുമ്പോൾ യാത്രക്കാരൻ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ഇടിഎം മെഷീനിൽ രേഖപ്പെടുത്താൻ കണ്ടക്ടർമാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാങ്കേതിക മാറ്റങ്ങൾ പരിചയപ്പെടുത്താൻ കണ്ടക്ടർമാർക്ക് IT വിഭാഗം അടിയന്തര പരിശീലനം നൽകും. ഓരോ ഡിപ്പോയിലെയും യൂണിറ്റ് ഓഫീസർമാർ ഇതിന് മേൽനോട്ടം വഹിക്കും. യുഡിഎഫ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം നടപ്പിലാക്കുന്നതിലൂടെ കോർപ്പറേഷനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത കണക്കാക്കാനാണ് ഈ വിവരശേഖരണം ലക്ഷ്യമിടുന്നത്. കെഎസ്ആർടിസി സമാഹരിക്കുന്ന കണക്കുകൾ പ്രകാരമായിരിക്കും ഇന്ദിര ഗ്യാരണ്ടി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ സൗജന്യ യാത്ര നടപ്പാക്കണമോ തള്ളിക്കളയണമോ എന്ന് തീരുമാനിക്കുക. യുഡിഎഫ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പ്രഖ്യാപിച്ചതിനാൽ സൗജന്യ യാത്രയിൽ നിന്ന് പിന്മാറാൻ യുഡിഎഫിനാവില്ല. അതേസമയം കെഎസ്ആർടിസിക്ക് തിരിച്ചടിയാകാതെ നടപ്പാക്കുകയും വേണം. വലിയ വെല്ലുവിളിയാണ് യുഡിഎഫ് നേരിടുന്നത്. ദീർഘദൂര ടിക്കറ്റിൽ ഇളവ് നൽകാതെ ഓർഡിനറി സർവീസിൽ മാത്രമായി സൗജന്യ യാത്ര നടപ്പാക്കാമെന്ന നിർദ്ദേശവും ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനോട് വനിതാ യാത്രക്കാർ ഏത് വിധത്തിൽ പ്രതികരിക്കുമെന്നത് പ്രധാനമാണ്. സർക്കാരിന്റെ പുതിയ പരിഷ്കാരത്തെ അത്യധികം ആശങ്കയോടെയാണ് ജീവനക്കാർ കാണുന്നത്. മാസങ്ങളോളം ശമ്പളം മുടങ്ങിയെടുത്തു നിന്നും അത് കൃത്യമായി കിട്ടുന്ന സംവിധാനം ഉണ്ടായത് അടുത്തിടെയാണ്. വനിതാ സൗജന്യ യാത്ര വരുന്നതോടെ ട്രാൻസ്പോർട്ട് വകുപ്പിന് അത് വലിയ ബാധ്യതയായി മാറുകയും തങ്ങളുടെ ശമ്പളം മുടങ്ങുകയും ചെയ്യുമെന്ന് ജീവനക്കാർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കെഎസ്ആർടിസിയുടെ സാമ്പത്തിക ബാധ്യത വിശകലനം ചെയ്യാനുള്ള ഈ കണക്കെടുപ്പിന് സവിശേഷ പ്രാധാന്യമാണുള്ളത്. ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാകും വനിതാ സൗജന്യ യാത്ര നടപ്പാക്കണോ വേണ്ടയോ എന്ന് പുതിയ സംസ്ഥാന സർക്കാർ തീരുമാനം കൈക്കൊള്ളുക.